പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 പേജ് നമ്പർ 75 ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള പോർഷൻസൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ദ ഡീറ്റെയിൽഡ് പ്ലേസ് വാല്യൂ കമ്പ്യൂട്ടേഷൻ ഫോർ 84.691 മൈനസ് 77.345 ആൻഡ് ഇറ്റ്സ് കോമ്പാക്ട് ഫോം. അപ്പോൾ ഈ നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് പ്ലേസ് വാല്യൂ കമ്പ്യൂട്ടേഷൻ എഴുതണം. ഇതിൻ്റെ കോമ്പാക്റ്റ് ഫോമും നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പ്ലേസ് വാല്യൂ കമ്പ്യൂട്ടേഷൻ എഴുതാം. അപ്പോൾ 8 ഇവിടെ ഏത് പ്ലേസിലാണ്? ടെൻസിൻ്റെ പ്ലേസിലാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 8 × 10. അടുത്തത് 4 വൺസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 4 × 1. 6 ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ എന്തെഴുതാം? 6 × 1/10. 9 ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ്. സോ 9 × 1/100. 1000ൻ്റെ പ്ലേസിലാണ്. തൗസൻഡ്സിൻ്റെ പ്ലേസിലാണ്. സോ 1 × 1/1000. ഇനി അടുത്ത നമ്പറിൽ 7 ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ എന്തെഴുതാം? 7 × 10. അടുത്ത 7 വൺസിൻ്റെ പ്ലേസിലാണ്. സോ 7 × 1. അടുത്ത 3 ടെൻസിൻ്റെ പ്ലേസിലാണ്. സോ 3 × 1/10. 4 ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ്. സോ 4 × 1/100. 5 തൗസൻഡ്സിൻ്റെ പ്ലേസിലാണ്. സോ 5 × 1/1000. ഇനി ഇവിടെ സബ്ട്രാക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നമുക്ക് 1-ൽ നിന്ന് 5 നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കും? ഈ 9-ൽ നിന്ന് ഒരെണ്ണം നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കും. ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്താവും? ഇവിടെ 8 ആകും അല്ലേ. അപ്പോൾ ഇവിടെ 8 × 1/100 എന്നാവും. ഈ ഇവിടെ നിന്ന് ഒന്നിങ്ങോട്ട് എടുത്തപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 11 ആയി. ഓക്കെ അല്ലേ. ഒരു 1/100 ഇങ്ങോട്ട് എടുത്തപ്പോൾ എന്തായി? 1/100നെ 1000ൻ്റെ പ്ലേസിലേക്ക് മാറ്റിയപ്പോൾ എന്തായി? 10/1000 ആയി. ആ 10/1000ഉം 1/1000ഉം കൂടെ 11/1000 ആയി. അപ്പോൾ ഇവിടെ എന്താവും? 11 × 1/1000 ആവും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇവിടുന്ന് ഒരു പ്ലേസ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി. അതായത് 1/100ൽ നിന്ന് ഒന്നിനെ ഇങ്ങോട്ട് മാറ്റി. ഇവിടെ പക്ഷേ തൗസൻഡ്സിൻ്റെ പ്ലേസാണ്. അപ്പോൾ 1/100 തൗസൻഡ്സിലോട്ട് മാറ്റുമ്പോൾ 10/1000 ആവും. അപ്പോൾ 10/1000 എന്ന് വെച്ചാൽ എന്താ? 1/1000ൻ്റെ 10 എണ്ണം. അപ്പോൾ ഇവിടെ ആ 10ഉം ഈ 1ഉം കൂടെ ചേർന്ന് 11 ആയി. ഇനി നമ്മൾ ഈ 11 ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ 11ൽ നിന്ന് 5 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ 6 × 1/1000 അല്ലെങ്കിൽ 6000. ഇനി ഇവിടെ നമ്മൾ 9 നോക്കത്തില്ല, 8 ആണ് നോക്കുന്നത്. 8 - 4 = 4. അപ്പോൾ 4 ഹൺഡ്രഡ്സ്. 4 × 100. ഇനി ഇവിടെ 6ൽ നിന്ന് 3 സബ്ട്രാക്റ്റ് ചെയ്താൽ 3. അപ്പോൾ 3 ടൺസ്. ഇനി ഇവിടെ നമുക്ക് 4ൽ നിന്ന് 7 സബ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടുന്ന് 1 നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 7 × 10 ആയി. ഈ 8 ടെൻസിൽ നിന്ന് ഒരു ടെൻസിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവിടെ എന്തായി? 14 ആയി അല്ലേ. 14 വൺസായി. 4 വൺസിൻ്റെ കൂടെ ഒരു 10നോട് ഇങ്ങോട്ട് ചെയ്തപ്പോൾ 14 വൺസായി. ഇനി നമ്മൾ ഈ 14ൽ നിന്നാണ് 7 സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 7 വൺസ്. ഇനി ഈ 7ൽ നിന്നാണ് 7 സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 0 ആവും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 × 1, 3 × 1/10, 4 × 1/100, 6 × 1/1000. ഇതാണ് ഡീറ്റെയിൽഡ് പ്ലേസ് വാല്യൂ കമ്പ്യൂട്ടേഷനിൽ വരുന്നത്. ഇനി നമ്മളോട് ഇതിൻ്റെ കോമ്പാക്റ്റ് ഫോം എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടെ നമുക്ക് എഴുതാം കോമ്പാക്റ്റ് ഫോം. കോമ്പാക്റ്റ് ഫോം എന്ത് വരും? നമ്മളിതിനെ ഡയറക്റ്റ് സബ്ട്രാക്ഷൻ ചെയ്യുന്നു. 84.691 മൈനസ്
77.345. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 9 കട്ട് ചെയ്ത് ഇവിടെ 8 എഴുതുന്നു. അപ്പോൾ ഇവിടെ എന്താവും? 11 ആവും. 11 minus 5 is 6. 8 minus 4 is 4. 6 minus 3 is 3. ഇവിടെ വീണ്ടും 4ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 8 കട്ട് ചെയ്ത് 7 ആക്കുന്നു. ഇവിടെ 14 ആവുന്നു. 14 minus 7 is 7. ഇവിടെ 0. അപ്പോൾ എന്ത് കിട്ടി? 7.346 എന്ന് കിട്ടി. ഇതാണ് ഇതിൻ്റെ കോമ്പാക്റ്റ് ഫോം. ഇത് ഡീറ്റെയിൽഡ് പ്ലേസ് വാല്യൂ കമ്പ്യൂട്ടേഷനുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി അടുത്ത പോർഷനുമായി ഫിഗർ ഇറ്റ് ഔട്ടുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.